SFI പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നത് തന്നെ CPIM സംസ്ഥാന നേതാക്കൾ MV ജയരാജനും റഹീം ഉൾപ്പെടെ എത്തിയതിനു ശേഷമാണ് പ്രവർത്തകരെ അവിടെ നിന്നും പിരിച്ചുവിടുന്നത്. അതുവരെ വലിയ യുദ്ധസമാനമായ സാഹചര്യം പാളയത്തുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായി നടക്കുന്ന പ്രതിഷേധം പോലീസിനെതിരെയുള്ള പ്രതിഷേധം കൂടിയാണ്. പോലീസിനെതിരെ മുദ്രാവാക്യം വിളിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കെതിരെ മുദ്രാവാക്യം വിളിച്ചാണ് SFI പ്രവർത്തകർ പാളയത്ത് നിന്നും ഇങ്ങോട്ടേക്ക് യൂണിവേഴ്സിറ്റി കോളേജ് പരിസരത്ത് നിന്ന് ഇങ്ങോട്ട് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. ഇപ്പോഴും ബാരിക്കേഡ് ഇളക്കി മറച്ചിടാൻ വേണ്ടിയുള്ള ശ്രമം തുടരുന്നു. 4ാം വട്ടം ജലപീരങ്കി ഇപ്പോൾ പോലീസ് പ്രയോഗിക്കുകയാണ്. പ്രവർത്തകരെ പിരിച്ചുവിടാനുള്ള ഒരു അവസാന ശ്രമമാണ്. 4ാം വട്ടം കൂടി ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിക്കുന്നു. ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് SFI പ്രവർത്തകർ ബാരിക്കേഡ് മറച്ചിടാൻ തുടർച്ചയായി ശ്രമം ഈ ജലപീരങ്കി വാഹനത്തിന് മേലേക്ക് വലിച്ചെറിയുന്നുണ്ട്. കൊടികെട്ടിയ വടികൾ ഉപയോഗിച്ചുകൊണ്ട് ജലപീരങ്കി വാഹനത്തെ ആക്രമിക്കുകയാണ്. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വടിയൊക്കെ ഈ ജലപീരങ്കി വാഹനത്തിന് മുകളിലേക്ക് എറിയുകയാണ് ഇപ്പോൾ SFI പ്രവർത്തകർ. ഇന്നലെ പോലീസ് നടത്തിയ എതിരെയുള്ള പ്രതിഷേധം കൂടിയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അതിൻ്റെ പ്രതിഷേധമാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. കാരണം അവരുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ഈ ഇന്നലെയുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റിരുന്നു. ഒരു വിദ്യാർത്ഥിയുടെ ഇരു കൈകളും ഒടിഞ്ഞ നിലയിലാണ്. അങ്ങനെ അത്രയും ആ പ്രവർത്തകർക്ക് പരിക്കേറ്റതിൻ്റെ ഒരു രോഷപ്രകടനം കൂടിയായി ഈ പ്രതിഷേധ മാർച്ച് മാറിയിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ പ്രതിഷേധം, അതിൽ പോലീസ് നടപടിയുള്ള പ്രതിഷേധമാണ് ഇവിടെ. അതിൻ്റെ ഈ രീതിയിൽ പോലീസ് അക്രമം നടത്തിക്കഴിഞ്ഞാൽ ഈ തിരിച്ചടിക്കും എന്ന രീതിയിലാണ് അവരുടെ മുദ്രാവാക്യവും. ആ രീതിയിൽ തന്നെയാണ് അവരുടെ പ്രതിഷേധവും. അതിൻ്റെ ഒരു സൂചനയായി ഈ പ്രതിഷേധത്തെ കാണേണ്ടി വരും. സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന അധ്യക്ഷനും നയിച്ച പ്രതിഷേധ മാർച്ചാണ് ഇപ്പോൾ സംഘർഷത്തിൽ കലാശിച്ചത്. പോലീസ് തുടർച്ചയായി 4 വട്ടമെങ്കിലും ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും ഇപ്പോഴും അത് 5ാം വട്ടം പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുമ്പോഴും SFI പ്രവർത്തകർ ആ ജലപീരങ്കിയെ പ്രതിരോധിക്കാനുള്ള ശ്രമമാണ് അവർ തുടരുന്നത്. ഇപ്പോഴും പിന്മാറാതെ SFI പ്രവർത്തകർ സെക്രട്ടറി ഇപ്പോൾ പ്രവർത്തകർ ആക്രോശിച്ചുകൊണ്ട് ഇപ്പോൾ ജലപീരങ്കി വാഹനത്തിന് നേരെ ഓടിയെടുക്കുന്നു. അവിടെ നേതാക്കളൊക്കെ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും പ്രവർത്തകർ പ്രകോപിതരാണ്. SFI പ്രവർത്തകർ പ്രകോപിതരായി നിൽക്കുകയാണ്. പോലീസ് നേരത്തെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരമുണ്ടായിരുന്നു സംഘർഷം ഉണ്ടാകുമെന്ന്. അതുകൊണ്ട് തന്നെ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സ്ഥലത്ത് വിന്യസിച്ചത്. ഇനിയും പ്രവർത്തകരെ പിരിച്ചുവിടാൻ കഴിഞ്ഞില്ല. ടിയർ ഗ്യാസ് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. കണ്ണീർവാതക പ്രയോഗത്തിന് ഒരു ഭാഗത്ത് സജ്ജമാകുന്നുമുണ്ട്. ഏതായാലും ജലപീരങ്കി 5 തവണ പ്രയോഗിച്ചിട്ടും SFI പ്രവർത്തകർ ജലപീരങ്കിയെ പ്രതിരോധിച്ചുകൊണ്ട് അവർ സമരഗേറ്റിന് മുന്നിൽ അവരുടെ പ്രതിഷേധ സമരം തുടരുന്ന കാഴ്ചയാണ്. ജലപീരങ്കിക്കെതിരെയുള്ള പ്രതിഷേധമാണ്. ഇപ്പോൾ ഗേറ്റ് ഇപ്പുറത്തേക്കുള്ള ഗേറ്റിൻ്റെ ഇപ്പോൾ ജലപീരങ്കി വാഹനത്തെയാണ് അവർ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നത്. ജലപീരങ്കി വാഹനത്തിൻ്റെ പിറകിലേക്ക് പോയി അവിടെ ജലപീരങ്കി വാഹനം ആക്രമിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ജലപീരങ്കി തുടർച്ചയായി 5 വട്ടം ഉപയോഗിച്ചതുള്ള പ്രതിഷേധം അവർ ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. ജലപീരങ്കി വാഹനത്തിൻ്റെ പിറകു ഭാഗത്ത് വന്ന് അതിനെ ആക്രമിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതിനിടയിൽ തന്നെ പോലീസുകാർ ഈ ജലപീരങ്കി വാഹനത്തിൻ്റെ മുന്നിലും പിറകിലുമായി നിന്നുകൊണ്ട് അവിടെ വാഹനത്തെ ആക്രമിക്കാനുള്ള ശ്രമമാണ് തുടർന്നത്. ഏതായാലും നേതാക്കളെടുത്ത് അവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. ഏതായാലും സമരം അവസാനിപ്പിക്കാൻ അവർ തയ്യാറായിട്ടില്ല. ജലപീരങ്കിയൊന്നും അവർ പരിഗണിക്കാതെ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് തുടരുന്ന കാഴ്ചയാണ് നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ SFIയുടെ സംസ്ഥാന അധ്യക്ഷനും സംസ്ഥാന സെക്രട്ടറിയും നയിച്ച ആ സമരം സംഘർഷത്തിൽ കലാശിച്ചു. സമരം ഇവിടെ എത്തിയതിന് തൊട്ടു പിന്നാലെ ബാരിക്കേഡ് മറിച്ചിടാനും ബാരിക്കേഡിന് മുകളിലേക്ക് പ്രതിഷേധം മാറിയതോടെ ജലപീരങ്കി പ്രയോഗവും ഇപ്പോഴും വീണ്ടും ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇപ്പോഴും ആ ശ്രമത്തിലേക്ക് പോവുകയാണ്. പോലീസ് 5 വട്ടം ജലപീരങ്കി പ്രയോഗിച്ചു. ഇനി ജലപീരങ്കി വാഹനത്തിൽ ഉണ്ടോ എന്ന് വ്യക്തമല്ല. ഏതായാലും ഇനിയും ജലപീരങ്കി പ്രയോഗിച്ചാലും പിരിഞ്ഞു പോകില്ല എന്ന് സൂചനാവുന്നത് ആ രോഷപ്രകടനത്തിലുണ്ട്. അവരുടെ നീക്കം അങ്ങനെയാണ്. അതുകൊണ്ട് ഇനി എന്തായിരിക്കും SFI പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നടപടി എന്നതാണ് പ്രധാനമാവുക. പോലീസിനെ ഇന്ന് രാവിലെ ക്രമസമാധാന ചുമതലയുള്ള ADGP വെങ്കിടേഷ് നേരിട്ടെത്തി ഇവിടെ വിന്യസിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കും സ്വാഭാവികമായും പക്ഷേ ഉണ്ടാവും.
നേതൃത്വത്തിലുള്ള റോഷിബായിലേക്ക് എത്താം. ടി വി പ്രസാദ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഇപ്പോൾ ടി വി പ്രസാദിലേക്ക് പോവുകയാണ്. ടി വി പ്രസാദ്, ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. തുടർച്ചയായിട്ട് ജലപീരങ്കി പ്രയോഗിച്ചു. ഇതിനോടകം തന്നെ 5 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രതിഷേധക്കാർ പിന്നോട്ട് പോകാൻ തയ്യാറാകുന്നില്ല. അതിനിടയ്ക്ക് അസാധാരണമായിട്ട് കാഴ്ച ഈ ജലപീരങ്കിയുടെ വാഹനം തന്നെ ആക്രമിക്കാൻ പ്രവർത്തകർ എത്തുന്നതും കണ്ടു. എന്തായാലും പിന്മാറുന്നില്ല, പ്രതിഷേധം ഉറച്ചു തന്നെയാണ്. ഇതിനിടയിലുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് അടക്കം ശക്തമായിട്ടുള്ള അക്രമാസക്തമാകുമെന്നുള്ള റിപ്പോർട്ട് അടക്കമുണ്ട്. അപ്പോൾ സംയമനം പാലിക്കുന്നുണ്ട് പോലീസ്. അക്കൂട്ടത്തിലും ഈ ജലപീരങ്കി പ്രയോഗിക്കുമ്പോഴും പ്രവർത്തകർ ഇത്രത്തോളം അക്രമാസക്തമാകുമ്പോഴും